വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫിലിം മച്ചാൻ. മോഹൻലാലിൻ്റെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗം എമ്പുരാൻ റിലീസായിരിക്കുകയാണ്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിറങ്ങിയ ആൾക്കാരെല്ലാം പറയുന്നത് മാസ് പടം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് പറയുന്നത് അങ്ങനെ വലിയ സംഭവമായ പടമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ കഥ ബേസ് നോക്കുവാണെങ്കിൽ എനിക്ക് ആദ്യത്തെ ഭാഗമാണ് ഇഷ്ടപ്പെട്ടത്, രണ്ടാമത്തെ ഭാഗത്തിനെക്കാട്ടിലും. അതെൻ്റെ അഭിപ്രായമാണ്. പിന്നെ അവർ ഈ ഇത്രയും കോടികളൊക്കെ മുടക്കി എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കാം, അത് അത്രയും നല്ല രീതിയിൽ പൈസ മുടക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ഒരു സ്റ്റോറി അവർക്ക് അത്രയും അങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നമ്മൾ ഫസ്റ്റിൽ ഈ സ്റ്റീവൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണല്ലോ. പിന്നെ ലാസ്റ്റ് വരുമ്പം ഈ അണ്ടർവേൾഡിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ ഭാഗത്ത് വന്നപ്പോൾ. പക്ഷെ അത്രയും അവർക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റിയില്ല. അത് വേറൊരു കഥയായിട്ടാണ് അത് പോയത്. അതെന്തോ ആയിക്കോട്ടെ. പിന്നെ ഈ സിനിമ സംബന്ധിച്ചായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും കേസും വഴക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊന്നും ഞാൻ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല. അത് അവരുടെ സംബന്ധമായ കാര്യങ്ങളാണ്, അത് അവർ തീർത്തോട്ടെ. അപ്പോൾ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയ്ക്കാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാൻ ഡയറക്ഷനൊക്കെ നന്നായിട്ടുണ്ട്. പടത്തിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ക്യാമറ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നല്ലൊരു കഥ കിട്ടിയേനെ എന്ന് എനിക്ക് തോന്നി. പിന്നെ ലാലേട്ടൻ്റെ ആ ഗെറ്റപ്പ് എനിക്ക് അത്രയും അങ്ങോട്ട്, ഫസ്റ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നല്ല ഗെറ്റപ്പും എന്താ പറയുന്ന ഫൈറ്റും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ രണ്ടാമതായിട്ട് വന്നപ്പോൾ അത്രയും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷേ മോശം പടമൊന്നും ഒരിക്കലും പറയത്തില്ല. നമുക്ക് എന്താ പറയുന്നത്, വൺ ടൈം വാച്ചബിളാണ്, കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കുഴപ്പമില്ല. മൂന്ന് മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞില്ല, പെട്ടെന്ന് അങ്ങ് പോയി. അത്രയേ ഉള്ളൂ എനിക്ക് റിവ്യൂ കുറിച്ച് പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഇതാണ് എൻ്റെ റിവ്യൂ. പിന്നെ പലർക്കും പല ആംഗിളിൽ നോക്കുമ്പം അത് വേറെ പലതായിട്ടൊക്കെ എന്നെക്കാളും നല്ലതായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് കുറച്ചും കൂടി ഒരു വീക്ഷണം എന്നെക്കാട്ടിലും കാണും. അവരത് നല്ല രീതിയിൽ പറയുന്നുണ്ടായിരിക്കാം. വാട്ടെവർ, എൻ്റെ റിവ്യൂ ഇതാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത വർഷം കാണാം. ബൈ.